ാകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് രേണു രാജ് സ്ഥലം മാറി മേഘശ്രീ കളക്ടറായി വയനാട്ടിലെത്തിയത്. തോരാതെ മഴ പെയ്യുന്ന സമയമായിരുന്നു. പേര് ശരിവെക്കുന്ന വിധമാണ് കലക്ടർ എത്തിയതെന്ന് ഞങ്ങൾ ചില മാധ്യമ സുഹൃത്തുക്കൾ പരസ്പരം തമാശ രൂപത്തിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ അത്തരം ചിന്തകൾക്ക് പോലും പൂർണ്ണവിരാമം ഇട്ടാണ് മുണ്ടക്കയിലും ചുരൽമലയിലും ദുരന്തം പെയ്തിറങ്ങിയത്. മണിക്കൂറുകൾക്ക് മാത്രം മുമ്പ് കണ്ട സ്ഥലങ്ങൾ പൂർണ്ണമായും വെള്ളം കുത്തിയൊഴുകുന്ന ചെളിനിലം ആയി. കൂറ്റൻ പാറകളും മരത്തടികളും വന്നടിഞ്ഞു. തലേന്ന് കണ്ട പലരും ചിതറിയ മൃതദേഹങ്ങളായി. ആ അനുഭവം മറക്കാവുന്നതല്ല. ഇത്രമേൽ പകപ്പുണ്ടാകുന്ന മറ്റൊരു ദുരന്തം സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഏകോപനത്തിലേക്കാണ് വയനാട്ടിൽ പുതുതായി വന്ന കലക്ടർക്ക് ഇറങ്ങി നിൽക്കേണ്ടി വന്നത്. പ്രശ്നങ്ങൾ അറിഞ്ഞും ഇടപെട്ടും ഇന്ന് വരെ നിലകൊള്ളാൻ കലക്ടർക്കായിട്ടുണ്ട് എന്നതാണ് ബോധ്യം. പരാതികൾ പൂർണ്ണമായും കേട്ടും പ്രതികൂല സാഹചര്യങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ടും സർക്കാർ തീരുമാനങ്ങൾ കർക്കശമായി നടപ്പാക്കിയും അവരുടെ റോൾ അവർ കൃത്യമായി നിർവഹിക്കുന്നു. വലിയ വിമർശനങ്ങൾക്കിട നൽകാതെ പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ കലക്ടർ കഴിഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിത പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊപ്പം ജില്ലയുടെ മറ്റു വിഷയങ്ങളിലും ഒരുപോലെ ഇടപെടാൻ സാധിക്കുന്നു. ഇന്ന് ദുരന്തബാധിതരുടെ ആദ്യഘട്ട വീടുകളുടെ നറുക്കെടുപ്പായിരുന്നു. അതിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാണ് ആദ്യ പട്ടികയിൽ. അവരുടെ കൂട്ടായ്മ കലക്ടറെ ആദരിച്ചു. ഏതു പുരസ്കാരങ്ങൾക്കും മുകളിലാണ് ദുരന്തബാധിതർ നൽകിയ സ്നേഹോപഹാരം എന്ന് ഉറപ്പാണ്. ജോലി കൃത്യമായി നിർവഹിച്ച ഉദ്യോഗസ്ഥർക്ക് ആകെയുള്ള ആദരമായി തന്നെയാണ് ഇതിനെ കാണേണ്ടതും എന്ന് തോന്നുന്നു എന്നാണ് സുർജിത് അയ്യപ്പത്ത് എഴുതുന്നത്. ഇതൊരു കലക്ടറുടെ കഥ മാത്രം കഥയല്ല. വയനാടിൻ്റെ അതിജീവനത്തിനായി അണിനിരന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട്. മുഖ്യമന്ത്രി മുതൽ മാധ്യമപ്രവർത്തകർ വരെ അത്തരം അനുഭവങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. കയ്യിലുള്ളത് നൽകി അവർക്കൊപ്പം നിന്ന സാധാരണ മനുഷ്യർ ഉണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞ സാഹോദര്യത്തിൻ്റെ ഉദാത്ത മാതൃക വയനാട്ടിൽ കാണാൻ കഴിയും. മലയാളി ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ കൂട്ടത്തോടെ ഒത്തുചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ കാഴ്ച. മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ സഹജീവിയെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അസാധാരണ അനുഭവം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇതെല്ലാം കണ്ട് സഹിയാതെ ദൂരെ ഇരുന്ന് എരിപിരി കൊള്ളുന്ന വിഷജന്തുക്കൾക്ക് എങ്ങനെ ഇതെല്ലാം സഹിക്കും? അതുകൊണ്ട് അവർ കേരളത്തിലേക്ക് വിദ്വേഷത്തിൻ്റെ വിഷം ഒഴുക്കിവിടും. നമ്മൾ ജാഗരൂകരായിരിക്കുക തന്നെ വേണം. വയനാട് നമ്മുടെ ഉദാത്ത മാതൃകയും അഭിമാനവുമായി നിലകൊള്ളട്ടെ. നന്ദി, നമസ്കാരം.